അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ തന്നെ ഒരു ഒരു ലേഡിയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് എതിർപക്ഷത്തെ അടിക്കാവുന്ന നേരത്തെ നമ്മൾ സരിത കേസിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മെച്ചകരമായ ഒരു സംഭവം തന്നെ. അപ്പോൾ അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തിരിയണം. CPM-ലെ പഴയ ആൾക്കാരും അവർ ചേർത്ത് നിർത്താൻ കാരണം എന്താണ്? അവർക്ക് ഫീൽഡിൽ അവർക്ക് നല്ല കഴിവുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ട് വഴിവിട്ട് അല്പമൊക്കെ അവർ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കറക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തായാലും കേസ് പറഞ്ഞ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അയാൾ ട്രയൽ ബേസ് ചെയ്യണം, പോകണം. അതിനകത്ത് അങ്ങനെ പ്രശ്നം. രാഹുൽ മാഡ്രി തിരുവനന്തപുരത്ത് തന്നെ കാണും. അയാൾ എന്തിനാ ഒളിക്കുന്നത്? അയാൾ ഒളിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ധാരണ അതാണ്. അവിടെ ഇവിടെയൊക്കെ ചുമ്മാ പോയത് അവരെ മിസ്ലീഡ് ചെയ്താണ്. ആരെ? പോലീസിനെ മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പീഡന കേസ് പ്രതിയാണ് MLA എന്നത് മാറ്റിവെക്കാം. എന്നിട്ടും ഇത്ര വലിയൊരു പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് എങ്ങനെയാണ് ഇത്രയും അധികം ജനപിന്തുണ ലഭിക്കുന്നത്? അടൂർകാരനായ അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അയാളെ ഒരു സ്ട്രേഞ്ച് ആയ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി പാലക്കാട് ഇട്ടു. അത് ഷാപ്പി പറമ്പിലാണ് അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അടൂർ പ്രകാശും അതിനകത്ത് നല്ലൊരു റോളുണ്ട് ഈ പയ്യനെ അവിടെ കൊണ്ടുവന്ന്. കാരണം ആ പയ്യനെ പറ്റി ഇവർ പഠിച്ചിരിക്കുന്നു. മറ്റു ചില കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. അതിപ്പം ചെറുപ്പക്കാർ 19 വയസ്സുള്ളവരെല്ലാം ഇതേ രീതിയിലുള്ള സോഷ്യലൈസ്ഡ് ആയിട്ട് ഇതേ രീതിയിലുള്ള പ്രവർത്തനത്തിൽ അവർ പോകും. അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് എത്ര ഉന്നതരായാലും ശരി ആ രീതിയിലൊക്കെ നീങ്ങുന്ന പലരും ഉണ്ട്. പക്ഷേ അത് പരാതി വരുമ്പോഴാണ് നമ്മൾ ഇതേപ്പറ്റി കൂടുതൽ ബോധവരാകുന്നത്. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം അത് ഞാൻ വീണ്ടും കൂടെ പറയുന്നതിൻ്റെ കാരണം അതാണ്. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് IT മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാൾ അയാളുടെ കീഴിലുള്ള ജീവനക്കാരിയോട് ചില അവിശുദ്ധ ബന്ധങ്ങളൊക്കെ ഉണ്ടായി, അതിനെ സംബന്ധിക്കുന്ന കേസായി, റേപ്പ് കേസായി. പക്ഷെ സുപ്രീം കോടതി ഇപ്പം പറഞ്ഞത് എന്താണ്? കാരണം അത് കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് ആ സീൻ അവർ ഒരു മീഡിയേഷൻ ഇത് സംസാരിച്ച് അതങ്ങ് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഇത് മനസ്സിലാക്കണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. എങ്ങനെയാണ് രാജ്യം പോകുന്നതെന്നും ആ രാജ്യത്തിലെ ചെറുപ്പക്കാർ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും അതൊക്കെ നമ്മളൊന്ന് പഠിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കുള്ളൂ. ആദർശം പറഞ്ഞു പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച വരാതിരിക്കാൻ സർക്കാർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാമോ? അത് ആയിരിക്കാം സാധ്യതയുണ്ട്. കാരണം അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ തന്നെ ഒരു ലേഡിയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് എതിർപക്ഷത്തെ അടിക്കാവുന്ന നേരത്തെ നമ്മൾ സരിത കേസിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മെച്ചകരമായ ഒരു സംഭവം തന്നെ. അപ്പോൾ അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തിരിയണം. സത്യവും നീതിയൊക്കെ കാണിച്ച് തന്നെ മുന്നോട്ട് കഴിവുള്ളത്തോളം പോകുക. കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വഴിമാറിയൊക്കെ പോയി അവരെ നമ്മളോട് ചേർത്ത് നിർത്താനും അവരെ ഉപദേശിച്ച് അവരെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാനും സീനിയറായ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. അതേസമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴുള്ള കോൺഗ്രസ്സിലെ സീനിയർ നേതാക്കന്മാർ പലരും ലീഡർഷിപ്പ് കൊടുത്താലേ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം KPCC പ്രസിഡന്റ് സുധാകരനെ ഉള്ള ഈ കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടല്ലോ. ആ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ആയിരുന്ന സുധാകരൻ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത്. അതൊരു സീനിയർ നേതാവിന്റെ ആ ഒരു ഗുണമാണത്. അല്ലാതെ ഒരു പയ്യൻ അവിടെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റി കാണിച്ചാൽ അയാളെ അത് പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് നിർത്തി അയാൾക്ക് വാണിംഗ് കൊടുത്ത് അയാളെ മെയിൻ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. കാരണം കഴിവുള്ള ആൾക്കാരാണല്ലോ, അവരെ നമ്മൾ പുറന്തള്ളരുത്. CPM-ലെ പഴയ ആൾക്കാരും അവർ ചേർത്ത് നിർത്താൻ കാരണം എന്താണ്? അവർക്ക് ഫീൽഡിൽ അവർക്ക് നല്ല കഴിവുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ട് വഴിവിട്ട് അല്പമൊക്കെ അവർ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കറക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതേ രീതിയിലൊരു തന്ത്രം തന്നെ വേണം കോൺഗ്രസിലും ചെയ്യാൻ. അതുകൊണ്ട് ഈ രീതിയിലുള്ള പെരുമാറ്റം കാണിച്ച സീനിയർ ലീഡേഴ്സും കേരളത്തിൽ കാണത്തില്ല. ജൂനിയർ ആയിട്ടുള്ള പുറന്തള്ളുന്നവരുടെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ മാങ്കൂട്ടത്തിലിനെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തായാലും കേസ് പറഞ്ഞ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അയാൾ ട്രയൽ ബേസ് ചെയ്യണം, പോകണം. അതിനകത്ത് അങ്ങനെ പ്രശ്നം. കാരണം അത് ഇനി സമൂഹത്തിൽ നമ്മൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൻ്റെ പേര് എത്ര കേസുകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ തന്നെ എത്ര കേസുകളായി. അതുകൊണ്ട് യഥേഷ്ടം സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയുന്ന ആൾക്കാർക്കൊക്കെ ഓരോ പാഠങ്ങൾ ലഭിച്ചു തുടങ്ങിയില്ല. സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നല്ല രീതിയിൽ വിമർശിക്കട്ടെ, ഒരാൾ നന്നാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ വീക്ഷിക്കട്ടെ. അല്ലാതെ ഒരു വ്യക്തിയെ വിക്ടിമൈസ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ അയാളെ ആത്മഹത്യ വക്കീലേക്ക് വിടുന്ന
തന്ത്രത്തിലുള്ള സംസാരങ്ങൾ പുരുഷനായാലും സ്ത്രീയായാലും പിൻവലിക്കണം. അത് സോഷ്യൽ മീഡിയ നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ടെന്നറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രിയാണ് എന്ന് കോൺഗ്രസും രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് തിരിച്ച് മുഖ്യമന്ത്രിയും പരസ്പരം പഴിചാരുമ്പോൾ 10ാം ദിവസവും രാഹുലിനെ പിടിക്കാൻ പോലീസിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? പോലീസിന് വെട്ടിച്ചു കഴിയാൻ മാത്രം സഹായം മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ടോ? രണ്ടു കൂട്ടരും പറയുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിരുന്ന കാര്യങ്ങളല്ലേ. അതിനെപ്പറ്റി ഞാനൊന്നും പറയുക. അത് അവർ രാഷ്ട്രീയപരമായിട്ട് പറയണം, അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചാഞ്ചാടും. പക്ഷേ നിയമപരമായി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവർ രണ്ടുപേരുമല്ല. രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ്. അതിന് ഇവിടെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ സൗത്ത് ഇന്ത്യയിലെ അവർ കോയമ്പത്തൂര്, ബാംഗ്ലൂര് എങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. അവിടെ എങ്ങും എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഉണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്ത് തന്നെ കാണും. അയാൾ എന്തിനാ ഒളിക്കുന്നത്? അയാൾ ഒളിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ധാരണ അതാണ്. അവിടെ ഇവിടെയൊക്കെ ചുമ്മാ പോയത് അവരെ മിസ്ലീഡ് ചെയ്താണ്. ആരെ? പോലീസിനെ മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ അയാളുടെ ആവശ്യത്തിന് എന്തെങ്കിലും കാർ ആരെങ്കിലും കയറി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അതിൻ്റെ പിന്നാലെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അതല്ല, അയാൾ ബുദ്ധിയുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ധാരാളം അയാൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 30-35 വയസ്സുള്ളെങ്കിൽ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സായ MLA വളരെയധികം ഇതുപോലെ കഴിവുള്ളവരുണ്ട്. CPM-ലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്. കഴിവുള്ള ധാരാളം MLA പക്ഷെ ഇവിടെ കോൺഗ്രസ്സിൽ ചില തലമൂത്ത ആൾക്കാർ 3-4 പേര് നേതാക്കന്മാർ അവർ കോൺഗ്രസിന്റെ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവരുടെ കീഴിലുള്ള യങ്സ്റ്റേഴ്സ് MLA അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവും. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പം നടന്നത്. കാരണം അവർക്ക് അണികളില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകന് മാത്യു കുഴൽനാടന്, VK ശ്രീകണ്ഠന്, അടൂർ പ്രകാശ്, ഇവർക്കൊക്കെ അണികളുണ്ട്. അപ്പോൾ അത് അതുകൊണ്ട് ഇവർ ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? അവർ ഒറ്റപ്പെട്ടു പോകുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാലക്കാട്ട് അദ്ദേഹം ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു നമ്മൾ വിചാരിച്ചോണം. അവിടെ അദ്ദേഹം 18,000-20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അവിടുത്തുകാരനല്ല, അടൂർകാരനാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം കണ്ടില്ലേ? അത് ആ ചെറുപ്പക്കാരുടെ ബുദ്ധിയും ശക്തിയും പ്രവർത്തന മേഖല ഇപ്പൊ അവരെ അങ്ങനെ വിപുലീകരിച്ചു പോയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുപോലെ VK ശ്രീകണ്ഠനെ എന്തുകൊണ്ട് ആദ്യം മുതൽ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു? അതുപോലെ നമുക്കറിയാം ഈ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സീനിയറായ ചില 3-4 മുൻ KPCC പ്രസിഡന്റുമാരും ഒക്കെ അവർക്കൊന്നും അണികളിപ്പില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവര് പറയുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കുന്നല്ലാതെ ഇവിടെ രംഗത്ത് അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ളതും ഓരോ കാര്യങ്ങളും ഏറ്റെടുത്താൽ അതിന്റെ അവസാനം വരെ കൂടെ നിൽക്കാൻ കഴിവുള്ള ചെറുപ്പക്കാർ കോൺഗ്രസിൽ ഇപ്പം ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സപ്പോർട്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും ശരി, ഇനി എവിടെയെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ നമ്മുടെ കഥാപാത്രവും കൃത്യമായി ജയിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറെ കോൺഗ്രസിലെ നല്ല കുറച്ച് MLA നോക്കി വെച്ചിട്ടുണ്ട്. വിഷ്ണുനാഥ് ഉണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, ചാണ്ടിയുമ്മനുണ്ട്. അവരൊക്കെ നല്ല ഭൂരിപക്ഷത്തോടെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞാലും ജയിച്ചു വരുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആള് ഈ ചെറുപ്പക്കാരുടെയൊക്കെ നേതാവായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സീനിയറായ ആൾക്കാർ ഇനി ഫീൽഡിൽ നിന്ന് ജയിച്ചു വരുമെന്ന് എനിക്ക് സംശയമാണ്. അടൂർ പ്രകാശിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള കാൻഡിഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കീഴിൽ ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ എല്ലാ ജൂനിയറായ MLA അദ്ദേഹം പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് CPM-ലും കുറെ ചെറുപ്പക്കാരായ നല്ല വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ളതും ആൾക്കാരെ സഹായിക്കുന്ന വളരെ ചുരുക്കമുള്ളൂ. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അവർ പിന്നോക്കം പോകുമെങ്കിലും അവരും കുറെ നല്ല ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ അടിപിടി ഉണ്ടാക്കാനോ കുത്തുംവെട്ട് ഉണ്ടാക്കാനൊന്നും പോവില്ല. അവർ അണികളുടെ കൂടെ ഞാൻ പല CPM MLA കാണുമ്പം എത്ര സ്നേഹത്തോടും ബഹുമാനത്തോടെയാണ് ഓരോ അവരുടെ
ആ ഓരോ വില്ലേജുകളിൽ ചെല്ലുമ്പം അവരോട് സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ശരി, കോർപ്പറേഷൻ ഇലക്ഷൻ ആയാലും ജയിച്ചു വരികയുള്ളൂ. അത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിക്കാനും ഓരോരുത്തരെ നിരീക്ഷിക്കാനും അവരെ അസസ് ചെയ്യാനുള്ള കഴിവുകൾ ഇന്ന് മലയാളിക്കുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും താഴെ കിടയിൽ കിടക്കുന്ന ആളാണെന്ന് നമ്മൾ വിചാരിക്കുന്നവർ തന്നെ നമ്മളേലും കുറച്ചുകൂടെ കൂടുതൽ ഹയർ ലെവലിലാണ് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവർ ചിന്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെയുള്ള ചിന്താധാരയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ കാട്ടിലും ഒരു വ്യതിരക്തത ഓരോ പൗരന്മാരും കേരളത്തിലുള്ളവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. നമ്മളിവിടെ മഹാന്മാർ ധാരാളം പേര് ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനം അതുകൊണ്ടാണ്. കാരണം ഇന്റലക്ച്വൽ എല്ലാ വീടുകളിലും ഇന്റലക്ച്വൽ ജയൻസ് ഉണ്ട്. അവരെല്ലാം വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, വരുന്നുണ്ട്. കാരണം ആ ലെവലിലോട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പാർട്ടിയിൽ നിന്ന് എടുത്ത് വെളിയിൽ കളഞ്ഞിട്ടും അദ്ദേഹത്തിന് അതുപോലെയുള്ള പിന്തുണകൾ കാണുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ധാരാളം പേരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചില ആൾക്കാരൊക്കെ വഴിവിട്ട് സംസാരിച്ച് ചിലപ്പം തെറിയും ചീത്തയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു 90% സോഷ്യൽ മീഡിയക്കാർ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് അതിനകത്ത് കമന്റ് ഇടുന്നതും അതിനകത്ത് പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം രാഷ്ട്രീയക്കാർ ഉപേക്ഷിക്കണം. കാരണം ഇന്ത്യയുടെയും ലോകത്തിന്റെ സ്ഥിതി അതാണ്. നമ്മൾ ആലോചിച്ചോണം, നേപ്പാളിൽ സംഭവിച്ചത് അവിടുത്തെ സോഷ്യൽ മീഡിയക്കാരാണ് അധികാരത്തിൽ നിന്ന് അവരെ ഒരു ദിവസം കൊണ്ട് പുറത്താക്കിയത്. ലോകം മുഴുവൻ അത് പടർന്നു പിടിച്ചിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലുള്ളൊരു അംശം കേരളത്തിൽ ഉണ്ട് എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും ചിന്തിക്കുന്നതാണ്. കാരണം ചെറുപ്പക്കാർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവർ അണികളെ ചേർത്ത് നിർത്തുന്നതും. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു ഒബ്സർവേഷനാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്.